ശകുനി കൊടും ക്രൂരതയ്ക്ക് പേരുകേട്ട ഒരാൾ, വഞ്ചനയുടെ ആൾ രൂപം. പക്ഷേ ആ മുഖം മൂടിക്ക് പിന്നിൽ ഒരു സ്നേഹമുള്ള സഹോദരൻ ഒരിക്കലുണ്ടായിരുന്നു. കുടുംബത്തിന് നേരിട്ട അപമാനത്തിന് പകരം തീർക്കാൻ പ്രതികാരമായി നീറി നടന്ന ഒരാൾ, ഹൃദയവേദന കൊണ്ട് തകർന്ന ഒരു മനുഷ്യൻ. ഏതൊരു കൃത്യവും അത് ചെയ്യുന്നവരുടെ കാഴ്ചപ്പാടിൽ എപ്പോഴും ശരിയായിരിക്കും. അവൻ ചെയ്ത ക്രൂരകൃത്യങ്ങൾ ഒരിക്കലും ന്യായീകരിക്കാനാവില്ല. എങ്കിലും ശകുനിയുടെ കഥ നമ്മെ കാണിക്കുന്നത് ഓരോ കൊടും ക്രൂരൻ്റെ ഉള്ളിലും ഒരു മൃദുവായ വശം ഉണ്ടെന്നാണ്. ഓരോ മനുഷ്യൻ്റെയും ജനനം 3 ഗുണങ്ങളോട് കൂടിയാണ്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ തമോ ഗുണത്തെ നമ്മൾ താലോലിച്ചാൽ അത് വളരും. ആ വളർച്ച ഒടുവിൽ സർവനാശത്തിലേക്ക് നയിക്കും. സ്വന്തം നാശം മാത്രമല്ല, ചുറ്റുമുള്ള എല്ലാം അത് നശിപ്പിക്കുകയും ചെയ്യും. ശകുനി ശരിക്കും ദുഷ്ടനായിരുന്നു, അല്ലെങ്കിൽ അവനെ അങ്ങനെ മാറ്റിയതാരാണ്? ഇതൊരു മനുഷ്യൻ്റെ കഥയാണ്, ഒരു സഹോദരൻ്റെ കഥ, ഒരു രാജ്യത്തിൻ്റെ അപമാനത്തിൻ്റെ കഥ. ഉത്തര പടിഞ്ഞാറൻ ഭാരതത്തിൽ ഇന്നത്തെ പേഷവാർ പ്രദേശവും അഫ്ഗാനിസ്ഥാനും ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് ഒരു സമൃദ്ധമായ രാജ്യമുണ്ടായിരുന്നു, ഗാന്ധാരം. മലകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ രാജ്യമായിരുന്നു ഗാന്ധാര രാജ്യം. പ്രകൃതി സമ്പത്തിൽ സമ്പന്നമായ രാജ്യം. വിലയേറിയ രത്നങ്ങൾ, ഔഷധ സസ്യങ്ങൾ ഒക്കെയുള്ള സമൃദ്ധമായ രാജ്യം. ഗാന്ധാരത്തിൻ്റെ ശക്തമായ കുതിരകളും മൃദുവായ കമ്പിളി വസ്ത്രങ്ങളും വളരെ പ്രശസ്തമായിരുന്നു. അവ പലപ്പോഴും മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപാരത്തിനായി കൊണ്ടുപോയിരുന്നു. ഈ രാജ്യത്തിന്റെ രാജാവായിരുന്നു സുബലൻ. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി വസുമതി. അവർക്ക് നിരവധി പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഏറ്റവും ഇളയവൻ ശകുനി. സുബലൻ ഒരു സുന്ദരിയായ പുത്രി കൂടി ഉണ്ടായിരുന്നു, ഗാന്ധാരി. സുബലന് അയൽ രാജാക്കന്മാരുമായി വലിയ ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല. മലകളും കഠിനമായ ഭൂപ്രകൃതിയും ഗാന്ധാര രാജ്യത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നതിനാൽ ആരും ഈ രാജ്യത്തെ ആക്രമിക്കാൻ സാധ്യതയില്ലെന്ന് സുബലന് നല്ല വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം രാജ്യത്തിലെ സൈന്യത്തെ ശക്തമാക്കുന്നതിൽ വലിയ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. രാജ്യത്തിന് വലിയ ശത്രുക്കൾ ഇല്ലാത്തതിനാൽ സൈന്യത്തെ ശക്തിപ്പെടുത്തേണ്ടതില്ലെന്ന് സുബലൻ കരുതിയിരുന്നു. പക്ഷേ ശകുനി പലപ്പോഴും പിതാവിനോട് സൈന്യത്തെ ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യം പറഞ്ഞിരുന്നു. ഏത് സമയത്തും ആക്രമണം ഉണ്ടാകാം എന്ന് അവൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ സുബലൻ എല്ലായ്പ്പോഴും അവൻ്റെ വാക്കുകൾ അവഗണിച്ചു. നമ്മുടെ രാജ്യം ചിലപ്പോൾ കാടന്മാരായ ഗോത്രവർഗങ്ങൾ ആക്രമിക്കാറുണ്ട്. പക്ഷേ അവരെ നമ്മുടെ സൈന്യം എളുപ്പത്തിൽ തോൽപ്പിക്കും. മലകളും ദുർഘടമായ കാടുവഴികളും കാരണം ആർക്കും ഗാന്ധാരയിൽ എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതിനാൽ വലിയ സൈന്യത്തിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് തോന്നുന്നില്ല. അതിനുവേണ്ടി പണം ചിലവാക്കേണ്ടതില്ല എന്ന് രാജാവ് തീർത്തും പറഞ്ഞു. ശകുനി വളരെ ബുദ്ധിമാനും സാമർത്ഥ്യക്കാരനുമായിരുന്നു. അവൻ വലിയ ശിവഭക്തൻ കൂടിയായിരുന്നു. അവൻ്റെ ഹൃദയത്തിൽ ഏറ്റവും അടുത്ത ഒരാളായിരുന്നു അവൻ്റെ സഹോദരി ഗാന്ധാരി. യൗവനമായ ഗാന്ധാരി കൊട്ടാരത്തിൽ സന്തോഷത്തോടെ തുള്ളിച്ചാടി നടന്നു. സുന്ദരിയായ ഗാന്ധാരിയെ വിവാഹം കഴിക്കാൻ പല രാജാക്കന്മാരും ആഗ്രഹിച്ചിരുന്നു. ഗാന്ധാരി വിവാഹയോഗ്യമായപ്പോൾ ജ്യോതിഷികൾ ഒരു ഭയാനക സത്യം തിരിച്ചറിഞ്ഞു. അവർ പറഞ്ഞു, ഈ രാജകുമാരിക്ക് ഭയാനകമായ ഒരു ദോഷമുണ്ട്, മംഗളദോഷം. അവൾ വിവാഹം കഴിക്കുന്ന ഭർത്താവ് വിവാഹത്തിന് ശേഷം ഉടൻ മരിക്കും. അതിനാൽ ആദ്യം അവളെ ഒരു ആടിനോട് പ്രതീകാത്മകമായി വിവാഹം കഴിപ്പിക്കാം. പിന്നീട് ആ ആടിനെ ബലി നൽകി ആ ദോഷത്തിന്റെ തീവ്രത കുറയ്ക്കാം. ജ്യോതിഷ്യന്മാരുടെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം സുബലൻ മകൾക്ക് വേണ്ടി ചെയ്തു. അങ്ങനെ ദോഷം മാറി എന്ന് കരുതപ്പെട്ടു. ഗാന്ധാരിയുടെ സൗന്ദര്യം രാജ്യങ്ങളിലേക്ക് പരന്നു. വിവാഹ നിർദ്ദേശങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നു വന്നു. പക്ഷേ ഒരു ദിവസം ഗാന്ധാരിയുടെ കവാടത്തിലെത്തി ഒരു വലിയ സൈന്യം. അതൊരു സാധാരണ സൈന്യമല്ല, കുരു സൈന്യമായിരുന്നു. നയിച്ചത് ഒരു മഹായോദ്ധാവ് ഭീഷ്മർ. ഇത്രയും വലിയ സൈന്യത്തിൻ്റെ അകമ്പടിയോടെ ഗാന്ധാരയിൽ എത്തിയത് തീർച്ചയായും സൗഹൃദത്തിനായിരിക്കില്ല. സൗഹൃദത്തിനായിരുന്നെങ്കിൽ ഇത്രയും വലിയ സൈന്യമെന്തിന്?
അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നാലും അത് നടപ്പാക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. അവിടെ ഒരു ഭീഷണിയുടെ സ്വരം മറഞ്ഞിരുന്നില്ലയോ?